ഈശോയിൽ സ്നേഹമുള്ളവരെ, കുടുംബ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കടമയാണ് മക്കളെ ദൈവത്തിൻ്റെ മക്കളായി തന്നെ വളർത്തിയെടുക്കുക എന്നത്. ഒരു തലമുറ കുടുംബത്തിൽ നിന്നാണ് ആരംഭിക്കുക, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ വിശുദ്ധിയാണ് വരുന്ന തലമുറയുടെ വിശുദ്ധി. അവരുടെ ചൈതന്യമാണ് തുടർന്ന് വരുന്ന തലമുറയുടെ ചൈതന്യം. അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിൻ്റെ കടമകളൊക്കെ നമ്മൾ ധ്യാനിച്ചു വരികയായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കടമയാണ് മക്കളെ ദൈവത്തിൻ്റെ മക്കളായി വളർത്തിയെടുക്കുക എന്നത്. എന്നാൽ മറ്റൊരു വാക്കിൽ മക്കളെ ദൈവത്തിൻ്റെ മക്കളായി വളർത്തിയെടുക്കുക എന്നതിനേക്കാൾ ഉപരി ഇവർ ദൈവത്തിന് മക്കളാണ്, ആ ദൈവത്തിൻ്റെ മക്കളായി തന്നെ അവരെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ഉചിതമായ പദപ്രയോഗം എന്ന് അച്ഛന് തോന്നുകയാണ്. ഈ കുഞ്ഞുങ്ങളെങ്ങനെയാണ് ദൈവത്തിൻ്റെ മക്കളായി തീരുക? നമ്മൾ നിരവധി പ്രഭാഷണങ്ങളും പഠനങ്ങളും ബൈബിൾ ചിന്തകളും നമ്മുടെ ഹൃദയത്തിലുണ്ട്. മക്കൾ ദൈവമക്കളാണ് എന്നുള്ളത്. ഈ മക്കൾ എങ്ങനെയാണ് ദൈവമക്കളാകുന്നത്, കുഞ്ഞുങ്ങളെങ്ങനെയാണ് ദൈവത്തിൻ്റെ മക്കളാകുന്നത് എന്ന് തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ അല്പസമയം ധ്യാനിക്കുകയാണ്. എസെക്കിയേലിൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാവരുടെയും ജീവൻ എൻ്റേതാണ്, പിതാവിൻ്റെ ജീവൻ എന്നതുപോലെ പുത്രൻ്റെ ജീവനും എനിക്കുള്ളതാണ്. ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യ ജീവനും ദൈവത്തിൻ്റേതാണ് എന്ന് വചനം അസന്നിഗ്ധമായി പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ഇതിൻ്റെ തുടർച്ചാവചനങ്ങളും ഇതിൻ്റെ വ്യാഖ്യാന വചനങ്ങളും പെട്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മക്കബായരുടെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള തിരുവചനങ്ങളിൽ അമ്മ തൻ്റെ 7-ാമത്തെ മകനെ മരണത്തിനായിട്ട് ഒരുക്കുന്ന രംഗമുണ്ട്. അവിടെ അമ്മ മകനോട് പറയുകയാണ്: മകനെ, നീ എങ്ങനെ എൻ്റെ ഉദരത്തിൽ ഉരുവായി എന്ന് എനിക്കറിയില്ല. നിനക്ക് ജീവനും ശ്വാസവും നൽകിയതും നിൻ്റെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല. അപ്പം ഞാനല്ല, അമ്മയല്ല എന്ന് അമ്മ പറയുക. 139-ാം സങ്കീർത്തനത്തിൻ്റെ 14, 15, 16 തിരുവചനങ്ങൾ ഇതിൻ്റെ തുടർച്ചാ വ്യാഖ്യാന വചനങ്ങളാണ്. അതിൽ 139-ാം സങ്കീർത്തനത്തിൻ്റെ 16-ാം തിരുവചനം പറയുന്നത്: എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ വചനം അല്പം ചിന്തയ്ക്ക് വിഷയീഭവിക്കണം. കാരണം രൂപം ലഭിക്കുന്നതിന് മുമ്പേ കണ്ടു എന്ന് പറയണമെങ്കിൽ അത് സാധ്യമാണോ? കാഴ്ചയ്ക്ക് അടിസ്ഥാനപരമായി വസ്തു അല്ലെ രൂപം ഉണ്ടാവണം. രൂപം ഇല്ലെങ്കിൽ കാഴ്ചയില്ല. കാറ്റിന് രൂപമില്ല, അതുകൊണ്ട് കാറ്റിനെ കാണാൻ പറ്റില്ല. രൂപമില്ലാത്ത ഒന്നിനെ കാണാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ടു എന്ന് പറയണമെങ്കിൽ നമ്മൾക്ക് എവിടാണ് ആദ്യമേ രൂപം കിട്ടിയത്? എനിക്കും നിങ്ങൾക്കും ഭൂമുഖത്ത് ജനിച്ച എല്ലാവർക്കും ആദ്യം രൂപം ലഭിച്ചത് അമ്മയുടെ ഉദരത്തിലാണ്. പപ്പായുടെ സ്പേമും മമ്മിയുടെ ഓവവും കൂടിച്ചേർന്നാണ് ഒരു കുഞ്ഞ് ആദ്യമായി ഉണ്ടാവുക. അങ്ങനെയാണ് ഒരു മനുഷ്യക്കുഞ്ഞിന് രൂപം ലഭിക്കുക. വചനം പറയുന്നു: എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു എന്ന് പറഞ്ഞാൽ രൂപം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉണ്ടായിരുന്നു എന്നാണ് വചനം പറയുക. അതുതന്നെയാണ് ജെറമ്യായുടെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനം. ആ വചനം എങ്ങനെയാണ്?
മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു. ഇല്ലാത്ത ഒരു വസ്തുവിനെ അറിയാൻ പറ്റില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ആകാശ താമരയുടെ നിറമെന്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയില്ല. കാരണം ആകാശ താമര എന്ന ഒരു സത്യമില്ല. ബ്ലൂ എങ്ങനെ എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയില്ല. കാരണം അങ്ങനെ ഒരു സാധനമില്ല. ഇല്ലാത്ത ഒന്നിനെ അറിയില്ല. അതുകൊണ്ട് തന്നെ അറിയണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ഉണ്ടായിരിക്കണം. ഉണ്മയില്ലാത്ത ഒന്നിനെ അറിയാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ അമ്മയുടെ ഉദരത്തിലാണ് എനിക്ക് ആദ്യം രൂപം ലഭിച്ചത്. അതിനു മുമ്പ് തന്നെ എന്നെ അറിഞ്ഞു എന്ന് പറയണമെങ്കിൽ അതിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ രൂപമില്ലാത്ത വ്യക്തിയായി ഞാൻ ഉണ്ടായിരുന്നു, അദൃശ്യമായി ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഞാനിവിടെ ഉണ്ടായിരുന്നത് എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. അമ്മയുടെ ഉദരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ദൈവം എനിക്ക് ജന്മം നൽകി. എന്നിട്ട് എൻ്റെ മാതാപിതാക്കളിലൂടെ എനിക്ക് രൂപം തന്നു. അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾ എൻ്റെ സ്വന്തം അപ്പച്ചനും അമ്മയുമാണ് എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മളെ പഠിപ്പിക്കുന്നത് ലൂക്കാസ് വിശേഷത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 48-ാം തിരുവചനമാണ്. അവിടെ ബാലനായ യേശുവിനെ കാണാതെ പോകുന്നുണ്ട്. 3 ദിവസത്തെ അന്വേഷണത്തിന് ശേഷം ദേവാലയത്തിൽ വെച്ച് ഈശോയെ കണ്ടെത്തുന്നുണ്ട്, യോസേപ്പ് പിതാവും മാതാവും. അപ്പോൾ മാതാവ് ഈശോയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. സത്യത്തിൽ ഈശോ അവിടെ ഒരു മറുപടി പറയല്ല ചെയ്യുക. ഈശോ അവിടെ പരിശുദ്ധ അമ്മയെ തിരുത്തുന്നത് പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക. ഈശോ പറയുന്നു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? മാതാവ് പറഞ്ഞത് നിന്റെ പിതാവും ഞാനും. മാതാവ് പറഞ്ഞ പിതാവ് യോസേപ്പാണ്. ഈശോ പറയുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഈ പിതാവ് സ്വർഗസ്ഥനായ പിതാവാണ്. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിൽ ഈശോ വളരെ മനോഹരമായി ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ മാതാപിതാക്കൾ വളർത്തു മാതാപിതാക്കളാണ്. യഥാർത്ഥ പിതാവ് സ്വർഗത്തിലെ പിതാവാണ്. സത്യവും അതുതന്നെയാണ്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉണ്ടായി എന്ന് വിചാരിക്കുക. ഇനി എൻ്റെ ശരീരം എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വളർന്നു വരികയാണ്. അത് ഗഹനമായൊരു പഠനമാണ്. ഒരു ശരീരത്തിൻ്റെ അനാട്ടമി മുഴുവൻ പഠിക്കുമ്പോൾ നമുക്കറിയാം ഇത് അത്ഭുതാവഹമായൊരു സത്യമാണ്. നമുക്കാർക്കും ഉൾക്കൊള്ളാനാവാത്ത വലിയൊരു സത്യമോ ഒരു സമസ്യയോ ആണ് നമ്മുടെ ശരീരം. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫാക്ടറി, ലോകത്തിൽ ഏറ്റവും മനോഹരവും ഏറ്റവും വലിയതുമായൊരു ഫാക്ടറിയാണ് നമ്മുടെ ശരീരം. ഓരോന്നിടത്ത് പരിശോധിച്ച് നോക്കാം. തലയിൽ എത്ര മുടിയുണ്ട് എന്ന് എണ്ണി പറയാൻ പറ്റുന്നവരാരും ഉണ്ടാവില്ല. കഷണ്ടിയുള്ളവർക്ക് ഒരു പക്ഷേ പറഞ്ഞേക്കാം. പക്ഷെ സ്വാഭാവികമായി മുടി ആർക്കും എണ്ണി പറയാൻ പറ്റില്ല. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് ഏകദേശം ഊഹിക്കാം. പക്ഷെ അത് നിയന്ത്രിക്കുന്നത് ആര്? എൻ്റെ ഹൃദയം ഇപ്പോൾ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വചനവാക്യം പങ്കുവയ്ക്കുമ്പോൾ എൻ്റെ ഹൃദയം പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഹൃദയത്തോട് പറയുകയാണ്, കുറച്ചു നേരം ഇനി ഹൃദയം ഇടിക്കണ്ട, എൻ്റെ ടോക്ക് കഴിഞ്ഞ് ഹൃദയം ഇടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് നിൽക്കില്ല. കാരണം അത് എൻ്റെ നിയന്ത്രണത്തിന് അപ്പുറമാണ്. എൻ്റെ കിഡ്നി പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കിഡ്നിയോട് പറയുന്ന 2 ദിവസത്തേക്ക് നിനക്ക് വിശ്രമം, നീ ഇനി പ്രവർത്തിക്കണ്ട. അത് പറയാൻ പറ്റില്ല. കാരണം അത് എൻ്റെ നിയന്ത്രണത്തിലല്ല. എൻ്റെ കരൾ പ്രവർത്തിക്കുന്നുണ്ട്, ലിവർ. ഞാൻ പറയുകയാണ് അതിനി ഒരാഴ്ചത്തേക്ക് പ്രവർത്തിക്കണ്ട, വിശ്രമമാകട്ടെ. പക്ഷേ അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഇത് പറയപ്പെട്ട നമ്മുടെ ആന്തരിക അവയവങ്ങളൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആന്തരിക അവയവങ്ങൾ, നിരവധിയായ അവയവങ്ങളുണ്ട്. ആന്തരികമായ അവയവങ്ങളെല്ലാം, ഹൃദയമുണ്ട്, കിഡ്നിയുണ്ട്, കരളുണ്ട്, അതുപോലെ തന്നെ ഗ്രന്ഥികളുണ്ട്,
നിരവധിയായ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിനെ നമ്മുടെ ഉദരത്തിലെത്തി അതിനെ ദഹിപ്പിച്ച് അതിനെ ഊർജമായി കലോറിയാക്കി മാറ്റാനായിട്ട് നിരവധിയായ അവയവങ്ങളുടെ സംയുക്തമായ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് ആവശ്യമാണ്. നിങ്ങളിപ്പോൾ എന്നെ കാണുന്നുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കുന്നുമുണ്ട്. ഈ പറയുന്നത് കേൾക്കുകയും എന്നെ കാണുകയും ചെയ്ത് എന്നെ നിങ്ങൾ ബോധ്യപ്പെടുമ്പോൾ നിരവധിയായ അവയവങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കണ്ണ് പ്രവർത്തിക്കുന്നുണ്ട്, കാതുകൾ പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവയെ സ്വീകരിച്ച് ബ്രെയിന് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ നിരവധിയായ അവയവങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെ ആര് നിയന്ത്രിക്കുന്നു? എങ്ങനെ നിയന്ത്രിക്കുന്നു? നമുക്കതിനെക്കുറിച്ച് ധാരണയില്ല. പക്ഷേ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനം, അവൻ വഴി ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അതതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിപ്പിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. എത്ര മനോഹരമായിട്ടാണ് വചനം പറയുക. ക്രിസ്തുവാണ് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത്. ക്രിസ്തുവാണ് നമ്മുടെ അവയവങ്ങളെ നിയന്ത്രിക്കുന്നത്. ക്രിസ്തുവാണ് നമ്മുടെ ഉള്ളിൻ്റെ മെക്കാനിസം മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്ന് വളരെ മനോഹരമായി വചനം പഠിപ്പിക്കുക. അങ്ങനെ നിങ്ങൾ എന്നെ പ്രിയപ്പെട്ടവരെ, ഈ ശരീരം ക്രിസ്തു നിറഞ്ഞ് ക്രിസ്തു നിയന്ത്രിക്കുന്നതാണ്. അതുകൊണ്ടാണ് കൊറിന്തോസ് ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-17 തിരുവചനങ്ങൾ പറയുക, നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. 2 കൊറിന്തോസ് 12-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, ആ വചനം ഇങ്ങനെയാണ്, നിനക്ക് എൻ്റെ കൃപ മതി. എന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സത്യത്തെ ഓർത്തു വെച്ചുകൊള്ളുക. അതിതാണ്, നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ചതും വളർത്തിയതും നയിക്കുന്നതും ദൈവം തന്നെയാണ്. അങ്ങനെ അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ 10 മാസം വളർത്തിയെടുക്കുന്നു. എന്നിട്ട് ആ കുഞ്ഞിനെ ഭൂമുഖത്ത് ജന്മം നൽകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞിനെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കുകയാണ്. ക്രിസ്തു സൃഷ്ടിച്ച്, ദൈവം സൃഷ്ടിച്ച് ക്രിസ്തുവിനാൽ നിറഞ്ഞ് ഉണ്ടായ കുഞ്ഞിനെ ക്രിസ്തുവിൻ്റെ ഭൂമിയിലെ ശരീരത്തിൻ്റെ ഭാഗമാക്കുക. അതാണ് സഭ. എഫേസ്യ ലേഖനം 1:23, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അങ്ങനെ മാമോദിസ നൽകി, കൂദാശകൾ നൽകി ഈ കുഞ്ഞിനെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കുഞ്ഞിനെ തുടർന്ന് ആ പരിപൂർണമായി വിശുദ്ധിയിൽ വളർത്തിക്കൊണ്ട് വരിക എന്നതാണ് മാതാപിതാക്കളുടെ കടമ. അഭിഷേകം ചോർന്നു പോകാതെ, കൃപ നഷ്ടപ്പെട്ടു പോകാതെ, ക്രിസ്തു ജ്ഞാനത്തിലും പ്രായത്തിലും കൃപയിൽ വളർന്നു വന്നതുപോലെ അവരെ വളർത്തിയെടുക്കുക എന്നതാണ് മാതാപിതാക്കളുടെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം, കടമ. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണുന്ന സമൂഹത്തിൽ ഏതൊരു വ്യക്തിയും അഭിമാനത്തോടും സന്തോഷത്തോടും പറയേണ്ടതുണ്ട്, ഇത് എത്രയോ നന്മ നിറഞ്ഞൊരു കൊച്ചാണ്, എത്രയോ കൃപ നിറഞ്ഞൊരു കുഞ്ഞാണ്. ഈ കുഞ്ഞ് ഈ നാടിൻ്റെ അനുഗ്രഹമാണ്, ഈ കുഞ്ഞ് ഈ നാടിൻ്റെ ഭാഗ്യമാണ്, ഈ കുഞ്ഞ് കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ്, ഈ കുഞ്ഞ് നാടിൻ്റെ വാഗ്ദാനമാണ് എന്ന് സന്തോഷത്തോടെ പറയാൻ തക്ക വിധത്തിൽ ധാർമ്മികതയിലും ആത്മീയതയിലും വിശ്വാസത്തിലും ചൈതന്യത്തിലും ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരിക എന്നതാണ് കുടുംബജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കടമ. ഇങ്ങനെ ഒരു കുഞ്ഞ്, ക്രിസ്തു നിറഞ്ഞൊരു കുഞ്ഞ് ഭൂമുഖത്ത് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ വളർച്ച കുടുംബത്തിൽ തന്നെ വേണം എന്ന് സമൂഹവും നിഷ്കർഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കാണുന്നുണ്ടല്ലോ, 6 വയസ്സാകാതെ സ്കൂളിൽ ചേർക്കരുത് എന്ന നിയമം വന്നിരിക്കുക. എന്തുകൊണ്ടാണ്? ഒരു കുഞ്ഞിൻ്റെ ഹൃദയത്തിലെ സ്ക്രിപ്റ്റ് ഫോം ചെയ്യുന്നത്, സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അടിസ്ഥാന സ്വഭാവ രൂപവൽക്കരണമാണ് അച്ഛൻ ഉദ്ദേശിക്കുക. ഈ അടിസ്ഥാന സ്വഭാവ രൂപവൽക്കരണം മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു
6 വയസ്സിനുള്ളിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കും. അങ്ങനെ എങ്കിൽ ഒരു കുഞ്ഞിനെ സത്യത്തിൽ ശ്രദ്ധയോടെ അതിൻ്റെ സ്വഭാവ രൂപവൽക്കരണം സംഭവിക്കുന്നത് വളർത്തിയെടുക്കേണ്ടത് 6 വയസ്സിനുള്ളിലാണ്. അങ്ങനെ രൂപപ്പെടുന്ന ഒരു കുഞ്ഞിൻ്റെ ആത്മീയവും ധാർമ്മികവും വൈകാരികവും ശാരീരികവുമായ വളർച്ചയാണ് പിന്നീട് മുമ്പോട്ട് നമ്മൾ കാണുക. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തെ സൈക്കോളജിസ്റ്റ് പലതായി തിരിച്ചിട്ടുണ്ട്. പ്രീ നേറ്റൽ സ്റ്റേജ്, നേറ്റൽ സ്റ്റേജ്, ഓറൽ സ്റ്റേജ്, അനൽ സ്റ്റേജ്, ലേറ്റൻ സ്റ്റേജ്, പ്യൂബർട്ടി എന്നൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ കാലഘട്ടത്തെ തിരിച്ച് മനഃശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് മാതാപിതാക്കൾ ഏറ്റവും മാതൃകയും അവരുടെ വിശുദ്ധ ജീവിതവുമാണ് മക്കളുടെ വളർച്ചയുടെ അടിസ്ഥാന സത്യം. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. കള്ളു കുടിച്ചാ വയറ്റി കിടക്കണം, അല്ല നാട്ടുകാരോർത്ത് കുതിരാൻ നിൽക്കരുത് കേട്ടോ. നിന്നെ എന്നാ മോനെ എന്നെ ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. അങ്ങോട്ട് കേറപ്പച്ചാ. എന്താ ചായ ഇങ്ങനെ? അമ്മേ എന്നതാടി, ഒന്നിങ്ങോട്ട് വന്നേ. നാളെ കമ്പ്യൂട്ടർ ഫീസ് കൊടുക്കണം. എനിക്കും വേണം. എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പച്ചനോട് പറയാം. അതിന് അപ്പച്ചൻ്റെ കയ്യിലൊന്നുമില്ല. നീ ചാസിനെ വിളിച്ചോണ്ട് വാ, ചോറുണ്ണാന്ന് പറയാം. നാളെ PTA മീറ്റിംഗാ, അതിനെങ്കിലും അപ്പച്ചനോടൊന്ന് വരാൻ പറയണേ. നേരം വിളിക്കുമ്പോൾ നീ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. നമ്മുടെ ചാച്ച മാത്രം എന്താ ഇങ്ങനെ വഴി കിടക്കണ കണ്ടിട്ട് പിള്ളേരൊക്കെ ഞങ്ങളെ കളിയാക്കുക. എന്ത് ചെയ്യാനാ മോളെ, നമ്മുടെ വിധി ഇതായിപ്പോയി. അമ്മേ, ചാച്ചന് ചോറ് വേണ്ടാന്ന്. മോളെ. എന്നാ ചേട്ടായി? ഫീസ് അടച്ചില്ലെങ്കിൽ നാളെ ക്ലാസ്സിന് പുറത്തു നിർത്തുന്ന ടീച്ചർ പറഞ്ഞേക്കുന്നേ. ചാച്ചൻ തരുമായിരിക്കും. എനിക്ക് വിശ്വാസമൊന്നുമില്ല. ചാച്ചന് കിട്ടുന്നതൊക്കെ കുടിക്കാനല്ലേ ഉള്ളൂ. എല്ലാ വീട്ടിലും എത്ര സന്തോഷ, നമ്മുടെ വീട്ടിൽ മാത്രം. ആ ദീപുന്റെ അമ്പിളിയുടെ ഒക്കെ പപ്പ അവരെവിടെയൊക്കെ കൊണ്ടുപോകും? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പഠിക്കാം മോളെ. നിങ്ങൾ അകത്ത് വന്ന് കിടക്കുന്നുണ്ടോ? ഇതാ എന്റെ സ്ഥലം, ഞാൻ കിടന്നോളാം. മോനെ, മോനെ, അമ്മച്ചിയാടാ മോനെ കാണാൻ വന്നതാ. നീ എന്താടാ ഇങ്ങനെ? എത്ര നല്ല കൊച്ചായിരുന്നു നീ. നീ ഓർക്കുന്നുണ്ടോ നിന്റെ ചെറുപ്പകാലം? കേട്ടോ നാത്തൂനെ, നിങ്ങൾ മലബാറിൽ പോയ പിന്നെ ഒരു രസവും ഇല്ലാതായി. നീ അതിനല്ലേ നാത്തൂനെ ഞങ്ങൾ എല്ലാ മാസം ഓടി വരുന്നത്. എന്റെ ആങ്ങളെ നല്ലതായതുകൊണ്ട് കുഴപ്പമില്ല.
ആ പുറത്ത് കലാപരിപാടി തുടങ്ങിയല്ലോ. അവരളിയന്മാര് കൂടുമ്പോ ഒരാഘോഷ. വാവേ ഇങ്ങ് വാ. നീ അതങ്ങോട്ട് കുടിക്കണ ഒറ്റ വലിക്ക് കുടിക്കണം. പിള്ളേർക്ക് ആണോടാ കള്ളു കൊടുക്കണേ? 6 മാസമുള്ളപ്പോ കൊടുത്തു തുടങ്ങിയതാ. ഓ നല്ല അപ്പൻ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെങ്ങനെ ആയിപ്പോയിന്നേ. അണ്ണാമേ മീനായില്ലോടി. ഇപ്പൊ കൊണ്ടുവരാവേ. നീ ആ മീനൊന്ന് പാത്രത്തിലേക്ക് ആക്കിയേ. ആ കുഞ്ഞിനോടൊന്ന് ഒരു കുപ്പിയുടെ വേണ്ടിട്ട് വന്നേ. അവനല്ലേ കുടിപ്പിടിച്ച്? നീ അപ്പനെ കുറ്റം പറയൊന്നും വേണ്ട. ശരിയാ, മക്കൾക്ക് നല്ല മാതൃക നൽകാൻ അങ്ങേർക്ക് കഴിഞ്ഞില്ല. നിന്റെ മക്കൾക്ക് നീ നല്ല മാതൃക കൊടുക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെ മുമ്പിൽ നിനക്ക് വല്ല വിലയുമുണ്ടോ? എടാ ഒരു 100 രൂപ താടാ. ശരിയാവത്തില്ല, കടന്തരല് ഞാൻ നിർത്തി. എടാ നാളെ പണിയുണ്ട്, അപ്പം അങ്ങ് തിരിച്ചു തരാം. ഇത് കുറേ ആയല്ലോ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്. നാണോ ഇല്ലല്ലോ നിനക്കിങ്ങനെ ഇറക്കാൻ. ഇപ്പൊ ആരോട് ചോദിക്കുക? കയ്യും കാലും മറച്ചിട്ട് വയ്യ. ഒരു 1.5 അടിക്കാതെ എങ്ങനെ? ആ മോനെ ഇങ്ങ് വന്നേ. എന്താ അങ്കിളെ? മോനയില് പൈസ വരെ തിരിപ്പുണ്ടോ? എന്റെ ഇല്ല അങ്കിളെ. ആ അലീനയുടെ പപ്പയല്ലേ, എനിക്കറിയാം. ആ എന്താ അലീനയുടെ പപ്പയെ പൈസ ചോദിക്കാൻ പറ്റില്ലേ? ഇത്രയും തരം താഴരുത്. നിന്റെ മക്കളുടെ അവസ്ഥ നീ ചിന്തിച്ചിട്ടുണ്ടോ? നിനക്കത് ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ പപ്പയല്ലേ? നാണമല്ലേ നിനക്കിങ്ങനെ ജീവിക്കാൻ? മക്കൾക്ക് വരെ നാണക്കേടായി. നീ ഇങ്ങനെ കുടിച്ച് നശിക്കാനാണെങ്കിൽ ഒരു കാര്യം കൂടി അമ്മ കാണിച്ചു തരാം. നിന്റെ ശവക്കല്ലറ. മോനെ, എല്ലാവർക്കും മരണമുണ്ട്. നീ ഇങ്ങനെ കുടിച്ചു നശിച്ചാൽ അധികം താമസിയാതെ ഇവിടെ വരേണ്ടി വരും. പേടിക്കണ്ട, അമ്മച്ചി നിന്നെ കൊണ്ടുപോകാൻ വന്നതൊന്നുമല്ല. നിനക്കൊരു മുന്നറിയിപ്പ് തരാൻ വന്നതാ. മോനെ, ഞാൻ പോവാ. മക്കൾക്ക് നല്ല മാതൃക കൊടുത്ത് ജീവിക്കുക കേട്ടോ. ഇത് നിനക്കൊരറിയിപ്പാണ്, അവസാനത്തെ അറിയിപ്പ്. ഞങ്ങള് പള്ളിയിൽ പോയിട്ട് വരാം. ഇന്നത്തെ എത്ര പ്രത്യേകത? ഇച്ചായന്റെ അമ്മ മരിച്ചതിന്റെ ഓർമ്മ ദിവസം ഇന്ന്. നിങ്ങൾ നിൽക്ക്, ഞാനും വരുന്നു. നിങ്ങളുടെ അപ്പനത് എന്തു പറ്റി? അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല അമ്മേ. എന്തായാലും ചാച്ചനൊരു സംഭവാ. അതെന്താടാ? അമ്മ കണ്ടോ, ഇതൊരു മാറ്റമാ. വാ പോകാം. അല്ല ചാച്ച, ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. മക്കളെ, പഴയ സജി മരിച്ചുപോയി. ഇതെന്റെ 2ാം ജന്മ.
എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടിയുള്ള രണ്ടാം ജന്മം. വാ മോളെ. കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ബാധ്യതയായി മാറിയ ഒരു മനുഷ്യനെ നമ്മൾ കണ്ടത്. ആ മനുഷ്യൻ വഴിയായിട്ട് കുടുംബത്തിൽ സമൂഹത്തിൽ എത്രയേറെ തിന്മ പടരുന്നു. മദ്യപാനത്തിന് അടിമയാണ് മനുഷ്യൻ. മദ്യമാണ് എല്ലാ തിന്മകളുടെയും പെറ്റമ്മയും പോറ്റമ്മയും എന്ന് ചിലപ്പോഴെങ്കിലും തോന്നാറുണ്ട്. മദ്യപിക്കുന്ന ഒരു മനുഷ്യൻ ഒരു കുടുംബത്തെയും സമൂഹത്തെയും നശിപ്പിച്ച് കളയുകയാണ്. മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ട് വിശ്വാസവും ധാർമ്മിക ജീവിതവും നശിക്കുന്നു. ഈ മനുഷ്യൻ ഈ വിധത്തിലേക്ക് തെമ്മാടിയായി സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ബാധ്യതയായി മാറാൻ കാരണം മാതാപിതാക്കളാണ്. പ്രത്യേകിച്ച് കുടുംബനാഥൻ നന്നേ ചെറുതിലെ വിശുദ്ധിയും നന്മയും പഠിപ്പിക്കുന്നതിന് പകരമായി തിന്മ തൊട്ടുകൊടുക്കുകയാണ്. അങ്ങനെ തിന്മയിൽ വളർത്തിയെടുക്കുമ്പോൾ അതിൻ്റെ പ്രതിസന്ധിയോ അത് വരുത്തുന്ന അപകടവും എന്താണെന്ന് തിരിച്ചറിയാതെയാണ് ഒരുപക്ഷെ ആ അപ്പൻ അത് ചെയ്യുന്നത്. അതുകൊണ്ട് നോക്കുക, എത്രമാത്രം ദുരന്തമാണ് ഒരു കുടുംബജീവിതത്തിൽ സമൂഹത്തിൽ വന്നു ഭവിക്കുക. ചെറിയൊരു അശ്രദ്ധ പോലും വലിയ അപകടത്തിലേക്കെത്തും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ വളർത്തൽ എന്നത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ കൃപ നിറഞ്ഞൊരു കലയാണ്. ക്രിസ്തുവിനോട് ചേർന്ന് ചെയ്യേണ്ട ഒന്നാണ്. അവിടെ പാകപ്പിഴകൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഭൂമത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ക്രിസ്തു ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വന്നു. 30 വയസ്സോളം മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചു എന്ന് വചനം പറയും. 30 വർഷത്തോളം. ഇന്ന് നമ്മുടെ മക്കൾ വിശുദ്ധിയിലും നന്മയിലും അനുസരണത്തിലും കൃപയിലും മാതാപിതാക്കൾക്ക് വിധേയരായി എത്ര വർഷം ജീവിക്കും എന്നുകൂടി ഒന്ന് ചിന്തിക്കാം. എല്ലാ കുഞ്ഞുങ്ങളെയും പുതിയ തലമുറയെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെ തമ്പുരാൻ്റെ മക്കളെ സമർപ്പിച്ച് ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ക്രിസ്തു എല്ലാ കുടുംബങ്ങളെയും വിശിഷ്യ നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു.